Krishna Leela, Joy Alucas, world's favorite jeweler. ഇനി നായകനും നായികയും അപ്പുറത്തും ഇപ്പുറത്തിരിക്കുകയാണ്. ഇവരുടെ രണ്ടുപേരുടെ ഓരോ സ്വഭാവ സവിശേഷതകൾ ഇതുവരെ പറയാത്ത ആ ഒരു കാര്യം ഇവിടെ പറയുമോ? എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല. സ്വഭാവ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിൽ ആരാണ് ഇവൻ കൊള്ളാലോ എന്ന് തോന്നിയത് ആരോടാണ്? സാറിനെ നോക്കി ഇവൻ കൊള്ളാലോ. നീ കൊള്ളാലോടാ കൊച്ചറെ. കുറച്ച് പരത്തി ഉത്തരം പറയൂ. അടുത്ത ഉത്തരം ചോദ്യം ആലോചിക്കാനുള്ള സമയം. സത്യസന്ധതയെ അത് ആ ബുദ്ധിമുട്ട് മനസ്സിലായി. അല്ല, ഞാൻ അതിലേക്ക് വരിക. ഞാൻ കുറച്ച് ഇങ്ങനെ ഓരോന്ന് കേട്ടിട്ട് ചേട്ടന്റെ ഇങ്ങനെ ഫിലിമോഗ്രഫി എടുത്ത് നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ളത് ലാലേട്ടന്റെ കൂടെ, ദിലീപേട്ടന്റെ കൂടെ, പൃഥ്വിരാജിന്റെ കൂടെ. ഈ മൂന്ന് പേരുടെയും ഓരോരോ സ്വഭാവ സവിശേഷതകൾ അല്ലെങ്കിൽ അഭിനയ സവിശേഷതകൾ പറയാമോ? ലാലേട്ടന് നന്നായിട്ട് അഭിനയിക്കും. ആസിഫ് അലി പതിവ് വളരെ ഷോർട്ട് ടെമ്പർ ആയിട്ടുള്ള ഒരാളാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ നമ്മുടെ ഇവിടെ ഇന്റർവ്യൂ എടുക്കാണ്. അവിടെ ഇരുന്ന വല്ല ആരെങ്കിലും ഒരു ഫോണിൽ വെറുതെ ഇങ്ങനെ റീല് കണ്ടോണ്ടിരുന്ന എനിക്ക് നല്ല ഇറിറ്റേഷൻ വരും. പക്ഷെ ഞാൻ പറയാറില്ല. അല്ല, ആ ഒരു അവസ്ഥയില ഇപ്പൊ ഞങ്ങളും. ഡോക്ടർ പ്രൊഫഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് വന്നുപെട്ട ആളാണോ? എളുപ്പത്തിൽ പഠിക്കാന്ന് പറഞ്ഞ എടുത്താണ്. അതെ, ഡെന്റൽ എളുപ്പമാണ്. ഞാനത് ഇടയ്ക്ക് ഞാനും ഒന്ന് ട്രൈ ചെയ്തിട്ട് വിട്ടത്. ഹന്ന ഒരു വിവാദത്തിന് ശേഷം ഹന്നയെ കാണാനില്ല എന്നുള്ള ഒരു പരക്കെ കരക്കമ്പി ഉണ്ടായിരുന്നു. ആ വിവാദത്തിന് ശേഷം ഒളിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ധ്യാനത്തിന് പോയി. തൊടുപുഴയിലായിരുന്നോ? ഞങ്ങളവര് നല്ല ഹിസ്റ്ററിയൊക്കെ പക്ഷെ അവസാനം മനസ്സിലായി നന്നാവില്ല. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിക്കുന്നു. നിരാശന് ക്രിസ്മസ് വിഷ് ചെയ്യാൻ നല്ലൊരു ക്രിസ്മസ് I can tell you one thing. You are in serious trouble. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. മിറാഷ് മൂവിയുടെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു ആസിഫ് അലി, ജിത്തു ജോസഫ്, അപർണ ബാലമുരളി ആൻഡ് ഹന്ന റജി കോശി. വെൽക്കം ടു ദ ഷോ. നിങ്ങൾ ഓരോരുത്തരെ കാണുമ്പോഴത്തേക്കും ചോദിക്കാനുള്ള ഒരു തരത്തിലും ബന്ധമില്ലാത്ത 4 ചോദ്യങ്ങൾ എന്റെ കയ്യിലുണ്ട്. അവിടെ നിന്നിട്ട് തുടങ്ങട്ടെ? അല്ല, ആദ്യത്തെ പ്രധാനപ്പെട്ട 4 ചോദ്യങ്ങളും തുടങ്ങാം. അതായത് ആസിഫിക്കെ കാണുമ്പോഴത്തേക്ക് എപ്പോഴും ചോദിക്കണമെന്ന് ആലോചിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ സാധാരണ ഇപ്പൊ നിങ്ങളുടെ ഏറ്റവും വലിയ ഫാഷൻ ഐക്കൺ ആര് എന്ന് ചോദിക്കുമ്പോ, അങ്ങനെയൊക്കെ കാണിച്ചോ, കുഴപ്പമില്ല, ഐക്കൺ ആര് എന്ന് ചോദിക്കുമ്പോ ഇപ്പൊ ആദ്യം പിള്ളേരൊക്കെ ആസിഫിക്കയുടെ പേരാ പറയുന്നത്. കാരണം ഒരു പാവാട പോലത്തെ ഒരു പാന്റ് ഇട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട്. അത് എന്തായിരുന്നു സംഭവം? ഞാൻ പറഞ്ഞില്ലേ, 2 ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ഈ ലോകത്തുള്ളത്. അതിലെ രണ്ടാമത്തെ ഐറ്റമാണ് ഇത്. ആദ്യത്തെ ഐറ്റം എവിടെയായിരുന്നു? ആദ്യത്തെ ഐറ്റം അത് ഇഷ്ടപ്പെട്ട ആൾക്കാര്. രണ്ടാമത്തെ എനിക്ക് പറഞ്ഞോ, അത് എവിടുന്നായിരുന്നു? ആ സാധനം ഇട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് എന്തായാലും വാർത്തകളിൽ ഇടം പിടിക്കുമെന്നുള്ള ഭയങ്കരമായ വിശ്വാസത്തോടു കൂടി ഇറങ്ങിയതല്ലേ? പിന്നെ എന്താ നമുക്ക് ഞാൻ ഫാഷനിൽ എക്സ്പെരിമെന്റ്സ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം നമ്മൾ എപ്പോഴും കോമൺ ആയിട്ട് ഒരു സ്റ്റൈല് ഫോളോ ചെയ്യാതെ പുതിയ അപ്ഡേറ്റ്സ് വരുമ്പോൾ അത് ഒരു മടിയില്ലാതെ അംഗീകരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ അങ്ങനത്തെ അതൊരു ഹൈ വേസ്റ്റ് ഫാഷൻ ഉള്ളത് ഗ്രാജുവലി തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന, ലൂസ് പാൻസും ലൂസ് ഓഫ് ടീഷർട്ട്സും ഓഫ് സൈഡ് ഷർട്ട്സും എല്ലാം തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അത് പയ്യെ എല്ലാവർക്കും കിട്ടുമായിരിക്കും. അതെ, അതിനകത്ത് ആരോ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഓ പാവപ്പെട്ടവരൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഓഹോ, ആസിഫിക്ക ചെയ്യുമ്പോഴത്തേക്ക് ആഹാ എന്ന്. കൊല പഴിപ്പിക്കാൻ കെട്ടി വെച്ചേക്കണോന്ന് ചോദിച്ചു. ഇനി അടുത്തത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം 4 പൊറോട്ട വരെ വളരെ ധൈര്യമായിട്ടിരുന്ന് തിന്നു തീർക്കാൻ കഴിയുന്ന ഒരാളാണ് അപർണ ബാലമുരളി എന്ന് കേട്ടിട്ടുണ്ട്. ഇതിൽ സത്യമുണ്ടോ? ഓൾഡ് ന്യൂസ്. വെരി ഓൾഡ് ന്യൂസ്. 5 കഴിച്ചില്ല. ഇപ്പോഴും അതിലെ ആൾക്കാർക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാകുന്നതിലേക്ക് എനിക്കൊരു അത്ഭുതമാണ്. അതെ അതെ അതെ. എങ്ങനെ സാധിക്കുന്നടാ? എനിക്കറിയില്ല. അല്ല, ഈ 4-5 എത്താൻ എങ്ങനെ സാധിക്കുന്നത്? നല്ല ടേസ്റ്റ് ഉള്ളതാണെങ്കിൽ ഞാൻ ആസ്വദിച്ച് ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. അതിൽ ഏറ്റവും കൂടുതൽ ആസ്വാദനം ഏത് ഫുഡിലായിരിക്കും? എനിക്ക് എല്ലാം ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. ഏറ്റവും ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചോറ്
എന്ന് പറയുന്ന ഫുഡും കൊണ്ടുപോയി സത്യം എനിക്കും അങ്ങനെ തന്നെ വീട്ടിൽ പക്ഷെ ഉണ്ടാക്കുന്ന കൊളസ്ട്രോൾ മറ്റേത് മറിച്ചത് എല്ലാം വരുമെന്നാ പറയുന്നത് കേട്ടോ. ചോറ് കഴിച്ചാൽ കുഴപ്പമില്ല. ഇപ്പൊ നമ്മള് ഇത്രയും നാള് മലയാളികൾ ചോറ് കഴിച്ചിട്ട് തന്നെ ജീവിച്ചിട്ടുള്ളത്. നല്ലൊരു എക്സസൈസ് ചെയ്താൽ മതി, നടന്നാൽ മതി. ഇത് ഒരു ക്രൈം അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനെയുള്ള ഏതെങ്കിലും ജോണർ ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡുണ്ട് ഇതിന്. പോലീസ് ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളതല്ല. അപർണയുടെ ക്യാരക്ടർ ഒരു എന്താ പറയുക, കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി പോവുകയാണ്. ആ കൂട്ടത്തിൽ കൂടെ കൊളീഗായിട്ടുള്ള ഹന്നയുണ്ട്. ഹന്ന സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം പുള്ളിക്കാരത്തി ഇച്ചിരി ബോൾഡ് എടുത്തിയാട്ടമുണ്ട്. അപ്പോൾ അതിനെ പിടിച്ച് നിർത്തി കൊണ്ടുപോകുന്നു. ആസിഫിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞൊരു ഇതാണ്, എന്താ പറയുക, ഓൺലൈൻ റിപ്പോർട്ടറാണ്. സ്വന്തമായിട്ട് ഈ ചാനലൊക്കെ തുടങ്ങി അങ്ങനത്തെ പരിപാടി. അപ്പോൾ പുള്ളി ഇതിനകത്തേക്ക് പുള്ളിയും ഭയങ്കര ക്യൂരിയസ് ആണ്. പുള്ളിക്കും ഇൻഫർമേഷൻസാണ് വേണ്ട. അങ്ങനെ ഇവരുടെ ആ ജേർണിയിൽ പോകുമ്പോഴാണ് അതെ അതല്ല നമ്മുടെ പ്രശ്നം എന്ന് പറയും. ചെന്ന് കഴിഞ്ഞപ്പോൾ അതല്ല പ്രശ്നം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ മിറാജ് എന്നുള്ള പേരിട്ട് ഇത് ഇനി പറയാൻ പറ്റില്ല. ഹന്ന ഒരു വിവാദത്തിന് ശേഷം ഹന്നയെ കാണാനില്ല എന്നുള്ള ഒരു പരക്കെ കരക്കമ്പി ഉണ്ടായിരുന്നു. ആ വിവാദത്തിന് ശേഷം ഒളിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെയില്ല. എവിടായിരുന്നു? ഞാൻ ധ്യാനത്തിന് പോയിക്കുവായിരുന്നു. തൊടുപുഴയിലായിരുന്നോ? അതെ, തൊടുപുഴയിൽ ധ്യാനത്തിന് പോയിക്കുവായിരുന്നു. അങ്ങനെയല്ല, ഞാൻ ഇഷയിലായിരുന്നു. ഓ അത് ശരി. അവിടെ ഞാൻ ഭജിക്കാൻ പോയി, ഭജന ഇരിക്കാൻ പോയി കോയമ്പത്തൂർ ഇഷയിലായിരുന്നു. ഞാൻ അവിടുത്തെ ഒരു സ്ഥിരം മെമ്പറായിട്ട് നിൽക്കുമായിരുന്നു. പിന്നെ ഷൂട്ട് വരുമ്പോ പോവും, ഷൂട്ട് കഴിയുമ്പം പിന്നെ അവിടെ പോകും. അപ്പം മാധ്യമങ്ങളിൽ ഇല്ല, വീട്ടിൽ അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല. അതെന്താ? പേരൻസ് വിടില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ ആണെങ്കിൽ ലൈക്ക് കുറച്ചും കൂടി എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നി. ആരും ഇല്ലല്ലോ, ബിക്കോസ് ഇറ്റ്സ് എ വെരി സോളിറ്റ്യൂഡ് ആംബിയൻസ് ആയിരുന്നതാണ് ഇഷ യോഗയൊക്കെ. അവിടെ ആയിരുന്നു. പിന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ അധികം പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഇങ്ങനെ നല്ല എല്ലാ ഇന്റർവ്യൂകളും എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഇനി എല്ലാ ഇന്റർവ്യൂകൾ നിർത്താതെ ചെയ്യുന്നതായിരിക്കും. ആണ് അല്ലേ? എന്നെ തോൽപ്പിക്കാൻ ആവില്ലടാ എന്നുള്ള ലൈനിൽ തിരിച്ചു വരുന്നത്. 2 ദിവസമായി നമ്മളിപ്പോ ഇതിന്റെ മിറാജിന്റെ പ്രൊമോഷൻ ഇതുവരെ ആരും അത് ചോദിച്ചിട്ടില്ല. എനിക്കറിയാം ചേട്ടാ, എന്നോട് വന്നിരുന്നവന്റെ ജീതു ചേട്ടൻ എന്താ പറഞ്ഞതെന്ന് അറിയോ? വളരെ ഫ്രഷ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കണം, വളരെ ഫ്രഷ് ആയിട്ടുള്ള ആൻസേഴ്സ് തരുള്ളൂ എന്നായിരുന്നു. ഞാൻ വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു പാക്കേജിലല്ലേ. വീണ്ടും അപർണ ബാലമുരളി ആസിഫ് അലിയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ ഇനി വ്യത്യസ്തമായി എന്ത് അഭിനയിക്കാവോ എന്നുള്ളൊരു ആലോചന അപർണയ്ക്ക് വന്നിരുന്നു? ഇല്ലല്ലേ? കുറച്ച് പരത്തി ഉത്തരം പറയൂ. അടുത്ത ഉത്തരം ചോദ്യം ആലോചിക്കാനുള്ള സമയം. അത് ആ ബുദ്ധിമുട്ട് മനസ്സിലായി. അല്ല, ഞാൻ അതിലേക്ക് വരിക, ഞാൻ കുറച്ച് ഇങ്ങനെ ഓരോന്ന് കേട്ടിട്ട് ഇല്ല. ആക്ച്വലി എന്തോ ഭാഗ്യം കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആസിഫ്ക്കയുടെ കൂടെ കിട്ടിയിരിക്കുന്ന എല്ലാ പടങ്ങളും ഭയങ്കര ഡിഫറെന്റ് ആണ്. എല്ലാം ചെയ്തിരിക്കുന്ന എല്ലാ സിനിമകളും ഭയങ്കര ഡിഫറെന്റ് ആണ്, ഇൻക്ലൂഡിങ് മിറാജ്. അപ്പോൾ അതെനിക്ക് തോന്നുന്നത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. നമുക്ക് അങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ അഭിനയിക്കുമ്പോൾ നമുക്ക് വിചാരിക്കും റിപ്പീറ്റേറ്റീവ് ആവും. നമ്മൾ കംഫർട്ട് ലെവൽ കാരണം എന്തായാലും നമുക്ക് ഒരുമിച്ച് അഭിനയിക്കാനും ഓക്കെയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ വിചാരിക്കില്ലോ റിപ്പീറ്റേറ്റീവ് ആവോ അല്ലെങ്കിൽ എന്താവോന്ന്, അങ്ങനെയൊക്കെ വിചാരിച്ചാലും സ്ക്രിപ്റ്റ് ഓരോന്നിൻ്റെയും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുണ്ട്. ഇതുവരെയുള്ള എല്ലാ സിനിമകളും ഓരോന്നും ഭയങ്കര ഡിഫറെന്റാണ്. അതെനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കര ഭാഗ്യം തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. എപ്പോഴെങ്കിലും ജീതുചേട്ടൻ കാണുമ്പോഴേക്ക് എനിക്ക് എപ്പോഴും ചോദിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും ചോദിച്ചിട്ടില്ലാത്തൊരു കാര്യമുണ്ട്. ഒരു പ്രീസ്റ്റ് ആവാനായിട്ട് ചേട്ടൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നോ? ഇല്ല അല്ലേ? പക്ഷെ എപ്പോഴും ചേട്ടൻ്റെ ഒരു ലുക്കും ഒക്കെ മൊത്തത്തിലൊരു ഇത് കാണുമ്പോഴത്തേക്ക് ഒരു പ്രീസ്റ്റിനുള്ള എല്ലാ അത് അതുകൊണ്ടാ ഞാൻ ശരിക്കും ഒരു SI ആകണം എന്നൊക്കെയായിരുന്നു ചെറുപ്പത്തിൽ ആഗ്രഹിച്ചത്. ആണോ? SI ക്ക് അത്യാവശ്യം ഹൈറ്റ് ഒക്കെ വേണ്ട ചേട്ടാ? അതിനുള്ള ഹൈറ്റ് ഒക്കെ എനിക്ക് ഉണ്ടല്ലേ? SI ആകണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ എനിക്ക് അങ്ങോട്ടൊന്നും പോകാൻ പോയില്ല. ഞാൻ പിന്നെ അവസാനം സിനിമയിലേക്ക് വന്നു. ആണ്. അങ്ങനെ അതിനുള്ളൊരു പരിശ്രമം പോലും നടത്തിയില്ല അല്ലേ? അതാണ് പോലീസുകാരുടെ ദേഷ്യം. സിനിമയില് അതുകൊണ്ട് പോലീസുകാരെയൊക്കെ സ്നേഹിച്ചോണ്ടിരിക്കുക സിനിമകളിലെല്ലാത്തിലൂടെയും. ഈ സിനിമയിലേക്ക് വന്നില്ല അപർണ ആരാകുമായിരുന്നു? ആർക്കിടെക്ട് ആവുമായിരുന്നു. ഞാൻ അത് പഠിച്ചുകൊണ്ടിരുന്ന സാരം തന്നെ. ആസിഫിക്ക് എന്തായിരുന്നു? അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. ഒരു പ്ലാൻ ബി ചിന്തിച്ചിട്ടേ ഇല്ലാത്ത ആളാണല്ലേ? അത് അടിപൊളി പരിപാടി കേട്ടോ. എന്ത് ചെയ്യുന്നറിയാ, ടെൻഷൻ അടിച്ച് ചത്തുപോകും ഞാനൊക്കെയാണെങ്കിൽ. ഹന്ന ഡോക്ടർ തന്നെയാവുമായിരുന്നോ? അതോ ഡോക്ടർ പ്രൊഫഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്ത ആളാണോ? എന്തോ അല്ല, ഡോക്ടർ പ്രൊഫഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് വന്നുപെട്ട ആളാണോ? എളുപ്പത്തിൽ പഠിക്കാന്ന് പറഞ്ഞ എടുത്താണ്. ഞാനത് ഇടയ്ക്ക് ഞാനും ഒന്ന് ട്രൈ ചെയ്തിട്ട് വിട്ടതാ. അത് എളുപ്പം എങ്ങനെയാണ് ചിന്തിച്ചത്? അങ്ങനെയല്ല, എനിക്ക് ബൈ ഹാർട്ട് പഠിച്ചിങ്ങനെ മഗ്ഗപ്പ് ചെയ്ത്
ഇഷ്ടാണോ? പിന്നെ ഐ ഡോണ്ട് ലൈക്ക് കെമിസ്ട്രി ഓർ മാത്സ് തല വയ്ക്കണ്ടേ? ലിറ്ററേച്ചർ എടുത്തുകൂടായിരുന്നു. അത് തന്നെ. ഇതില് കെമിസ്ട്രി ഉണ്ടാവില്ല. ഇല്ല, നോ നോ നോ, അതുകൊണ്ട് എടുത്തതാ. കെമിസ്ട്രി ഒക്കെ ഉണ്ട്. ഉണ്ട്, ബയോകെമിസ്ട്രി ഉണ്ട് ഫസ്റ്റ്, പക്ഷെ ആ കെമിസ്ട്രി മറ്റേ കെമിസ്ട്രി അല്ല, ഇത് വേറെ കെമിസ്ട്രി. മറ്റേ ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ ഒന്നും വരയ്ക്കണ്ട. അതുണ്ട്, അതൊക്കെ ബൈഹാർട്ട് പഠിക്കായിരുന്നു, പഠിച്ചതുപോലെ. എന്താ MBBS ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ? എന്തോ അല്ല, കുഴപ്പമില്ല, അത് എടുത്തു. പക്ഷെ ഇല്ലായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ്, ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. പക്ഷെ താൻ മോഡലിംഗ് ചെയ്യുന്നില്ല. മോഡലിംഗ് ചെയ്യുന്നില്ല. മോഡലിംഗ് ഇനീഷ്യലി മോഡലിംഗ് ആ ചെയ്തിരുന്നത്. ആക്ച്വലി ഒരു കാര്യമുണ്ട്, എനിക്ക് മീഡിയയോട് ഭയങ്കര അഫിനിറ്റി ഉണ്ട്, ഇഷ്ടമുണ്ട്. സോ ബിഫോർ ജോയിനിങ് BDS ഞാൻ അമൃതയില് വിഷ്വൽ മീഡിയ ഡയറക്ഷൻ ഒക്കെ പഠിക്കാൻ വേണ്ടി ജോയിൻ ചെയ്തിരുന്നു. 3 months കഴിഞ്ഞിട്ടാണ്. പുള്ളിക്ക് ബിഹൈൻഡ് ദ ക്യാമറ താല്പര്യമുണ്ട്. അപ്പൊ അന്ന് ഒരു ആഗ്രഹമുണ്ട്, ഭയങ്കര ഇതുണ്ട്. പക്ഷെ എന്തോ സിറ്റുവേഷൻസ് ഇങ്ങനെ കൊണ്ടുപോകല്ലോ. അപ്പൊ ഞാൻ പിന്നെ എനിക്ക് മെഡിക്കൽ ഫീൽഡിനോട് സീറ്റും കാര്യം കിട്ടുമ്പോൾ അങ്ങോട്ടങ്ങ് ചാടി. പക്ഷെ ബാക്ക് ടു പാഷൻ, അത്രേ ഉള്ളൂ. മിറാഷ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് പേര് കൊടുത്തപ്പോഴത്തേക്ക് എന്തായിരിക്കും മിറാഷ് എന്ന സിനിമയ്ക്ക് പേര് കൊടുത്തതെന്ന് ആസിഫിക്ക് ആലോചിച്ചായിരുന്നു? എനിക്ക് ആ സ്ക്രിപ്റ്റ് ഫുൾ കേട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പേരിന്റെ അർത്ഥം മനസ്സിലാക്കിയത്. അപ്പൊ ആ സ്ക്രീൻ പ്ലേയില് ഇല്ല നമ്മള് പേര് മാത്രം അനൗൺസ് ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം വായിക്കുമ്പോൾ പേരിട്ടിട്ടില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ പേര് കേട്ട് ഇതിന്റെ അർത്ഥം ഇതാണെന്ന് മനസ്സിലായപ്പോ കറക്റ്റ് ആണ്. നമ്മള് പല കൺക്ലൂഷനിലെത്തും ഈ സ്ക്രീൻ പ്ലേയിൽ പോകുന്ന വഴി. അപ്പൊ അതാണ് ഇതിന്റെ ക്ലാരിറ്റി എന്ന്, അതിനൊരു ക്ലാരിറ്റി കിട്ടുമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ അടുത്തതിലേക്ക് പോകും. അവിടെ ഉണ്ടെന്ന് വിചാരിക്കും, അവിടെ ഇല്ല. അപ്പൊ അങ്ങനെ ഇതിന്റെ സ്ക്രീൻ പ്ലേയിൽ ഒരു റൂട്ട് ഭയങ്കര രസമാണ്. ഇപ്പൊ ഈ പേര് ഭയങ്കര ആപ്റ്റായിട്ട് തന്നെ തോന്നിയത്. ഈ മിറാഷ് എന്ന് പേരിട്ടിട്ട് എല്ലാം ഇംഗ്ലീഷിൽ മാത്രം എഴുതി വെക്കുമ്പോൾ നമ്മൾ വളരെ സാധാരണക്കാരായ മലയാളികൾ ചിലപ്പോൾ മിറാജ് എന്ന് വായിക്കാൻ സാധ്യതയുണ്ട്. വേറെ എന്തെങ്കിലുമൊക്കെ പേരുകളൊക്കെ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ വായിക്കാനുള്ള സാധ്യതകളില്ലേ? അപ്പൊ അത് എങ്ങനെ നമ്മൾ ഇതിനെ തരണം ചെയ്യുമെന്ന് സംവിധായകൻ എപ്പോഴെങ്കിലും ആലോചിച്ചായിരുന്നു? അത് എങ്ങനെ വായിച്ചാലും ആ മുകളിൽ 2 മുഖം കണ്ടുകൊണ്ട് തിയേറ്ററിൽ കാണാൻ പറ്റും. അത്രേ ഉള്ളൂ, നമുക്ക് അത്രേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവർ ഗൂഗിളിൽ സെർച്ച് ചെയ്യും, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ചോദിക്കും. അതുമല്ല, ഇപ്പം ചില പേരുകൾ കാണുമ്പോൾ ഇതെന്താ ഈ പേര്, ഇത് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് സംസാരിക്കട്ടെ, നല്ലതല്ലേ? ഇപ്പൊ ഞാൻ മറ്റേ റോഷാക്ക് എന്ന് പറഞ്ഞ സിനിമയുടെ പേര് അനൗൺസ് ചെയ്തപ്പോ എന്നായിരുന്നു, എന്താണ് റോഷാക്ക്, ആൾക്കാരെ അതിനെ കുറിച്ച് സംസാരിക്കാൻ അത് വായിക്കാൻ പറ്റുണ്ടായില്ലേ? സത്യം കേട്ടോ, ഞാനും. പക്ഷെ നമ്മളപ്പോ ഒന്നുകൂടി ഇരുത്തി നോക്കും, ഇതെന്താ എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ അത് വീണ്ടും ഒരു അറ്റൻഷൻ അതിനകത്തേക്ക് വരുന്നു. മനസ്സിലായോ? അടുത്ത ചോദ്യം കിട്ടി. കഴിഞ്ഞ കോമഡിക്ക് ചിരിച്ചു തീർന്നിട്ടില്ല. ആസിഫ് അലി പൊതുവെ വളരെ ഷോർട്ട് ടെമ്പർ ആയിട്ടുള്ള ഒരാളാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു ഷോർട്ട് ടെമ്പേർഡ്നെസ് ഫീൽ ചെയ്തിട്ടുണ്ടോ, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ആര് പറഞ്ഞെന്ന് അറിയാം, ഞാൻ ഇതൊരു കേട്ടിട്ട് പോലും ഇല്ല. അങ്ങനെ അങ്ങനെയല്ലേ? യൂട്യൂബിലൊക്കെ കുറച്ചുകൂടെ ആക്റ്റീവ് ആവണം കേട്ടോ. ഇങ്ങനെ ഒരു കരക്കമ്പി ഉണ്ടല്ലോ. ടു ബി ഫ്രാങ്ക് എനിക്ക് ഇന്നവരെ അങ്ങനെ ഫീൽ ചെയ്തില്ല. ഷോർട്ട് ടെമ്പേർഡ് ആയിട്ട് എനിക്ക് തോന്നി. ഞാൻ വേറെ ഒരു ചെറിയ ഉദാഹരണം പറയട്ടെ. ഇപ്പൊ നമ്മുടെ തന്നെ വല്ലതൊക്കെ പറഞ്ഞു ചൊറിഞ്ഞു ചൊറിഞ്ഞു മേടിച്ചു അല്ല, ഞാൻ ഉദാഹരണം തരാം. ഉദാഹരണം പറയട്ടെ. അതായത് ഇപ്പൊ നമ്മളിവിടെ ഇന്റർവ്യൂ എടുക്കാണ്, അവിടെ ഇരുന്ന വല്ല ആരെങ്കിലും ഒരു ഫോണിൽ വെറുതെ ഇങ്ങനെ റീല് കണ്ടോണ്ടിരുന്ന ആസിഫിക്കൊക്കെ ദേഷ്യം വരും. പക്ഷെ നിങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ പറയും, ഇല്ല ഞാൻ വൃത്തിയായിട്ട് അവനൊന്നും നിർത്തിയില്ലല്ലോ എന്ന് പറയും. പക്ഷെ ഇവിടെ പ്രതികരിച്ചോളൂ അങ്ങോട്ട്, മനസ്സിൽ പറയല്ലേ ഉള്ളൂ, പ്രതികരിക്കാനല്ലോ. ഞാൻ പറയും, അത് എന്തായാലും പറയും. ബിക്കോസ് അപ്പുറത്ത് നമ്മളിവിടെ ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുമ്പോ അപ്പുറത്ത് വേറെ എന്തെങ്കിലും ഒരു ബന്ധമില്ലാത്ത കുറെ ആൾക്കാർ വന്ന് കുറെ സംസാരിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാലും ഇങ്ങനെ എന്തെങ്കിലും ഒച്ചപ്പാട് ഉണ്ടാക്കി കഴിഞ്ഞാൽ റീലിന്റെ സൗണ്ട് ആണോ ഉദ്ദേശിച്ചത്? എന്തെങ്കിലുമൊക്കെ ചുമ്മാ ഒരാളവിടെ നമുക്ക് ശല്യമില്ലാതെ റീല് കണ്ടോണ്ടിരുന്നതിന് നമുക്ക് അല്ല, രണ്ടുപേരും അതൊക്കെ രഹസ്യമായി സംസാരിച്ചോണ്ടിരുന്നാലും നമുക്ക് പുറത്ത് സംസാരിക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. എന്ത് വലിയ ഹോട്ടലുണ്ട്, ഈ ഇന്റർവ്യൂ നടക്കുന്നിടത്ത് തന്നെ വന്നിരുന്ന് സംസാരിക്കുകയാണ്. എനിക്ക് നല്ല ഇറിറ്റേഷൻ വരും, പക്ഷെ ഞാൻ പറയാറില്ല. അത് പറയണം, ഇനിയെങ്കിലും ഇത് കണ്ട് മനസ്സിലാക്കണം. അല്ല, ആ ഒരു അവസ്ഥയില ഇപ്പൊ ഞങ്ങളും. അതാ എന്റെ സവിശേഷത. ഞാൻ ചൊറിഞ്ഞ് മേടിക്കുന്നു. ഞങ്ങൾ തമ്മിൽ നല്ല ഹിസ്റ്ററിയൊക്കെ ഞാനടക്കം നന്നാക്കാൻ ശ്രമിച്ചു, പക്ഷെ അവസാനം മനസ്സിലായി നന്നാവില്ല. അതാണ് എന്റെ ലെവലിലേക്ക് ഉയർത്താൻ പറ്റൂല, പിന്നെ ആ ലെവലിലേക്ക് താഴാം എന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷെ അത് നല്ല ഗംഭീരമായിട്ട് ചെയ്ത് കേട്ടോ, പെർഫെക്റ്റ് ആയിട്ട് താഴാൻ പറ്റുന്നുണ്ട്. ജീത്തു ചേട്ടാ, ഇനി ഒരു സിനിമ ചെയ്യുമ്പോഴത്തേക്കും ഈ 3 പേരിൽ ഒരാളെ നിർബന്ധമായിട്ട് കൊണ്ടുവരണമെന്ന് മനസ്സിൽ എപ്പോഴോ ആഗ്രഹിച്ച ആ ഒരാൾ ആരാണ്? ഇവർക്ക് പറ്റുന്ന ക്യാരക്ടറുണ്ട് ഉറപ്പായിട്ടും വിളിച്ചിരിക്കും. കാരണം എന്താ അറിയോ, ഭയങ്കര കംഫർട്ടബിൾ അവരോട് വർക്ക് ചെയ്യാനായിട്ട്. ഇപ്പൊ ആസിഫിനെ എന്തുകൊണ്ടാണ് കോമൻ കഴിഞ്ഞിട്ട് വിളിച്ചത്, ഇതിലേക്ക് വിളിച്ചത്? എനിക്ക് ഭയങ്കര ഞാനൊരു കംഫർട്ട് സോണിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അത് ടെക്നീഷ്യൻസ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും. എനിക്കൊരു ആക്ടറുമായിട്ട് ഒത്തുപോകാൻ പറ്റിയാലെന്ന് തോന്നിയാൽ ആ നിമിഷം ഞാനങ്ങ് മാറും. പിന്നെ
ഞങ്ങൾ വർക്ക് ചെയ്യില്ല. ഞാൻ പിന്നെയും വിളിക്കുന്നുണ്ടെങ്കിൽ ഇനി ഈ പറഞ്ഞ പോലെ പിന്നെ ഞാൻ ഇപ്പൊ അപർണ നല്ലൊരു അങ്ങനത്തെ ഒരു ക്യാരക്ടർ വരും, പെർഫോം ചെയ്യാനുള്ള ക്യാരക്ടർ ഉണ്ട്. പക്ഷെ ഒരു ചെറിയ ക്യാരക്ടറിന് എനിക്ക് അപർണേനെ വിളിക്കാൻ പറ്റില്ല, കാരണം അപർണയുടെ ലെവൽ മാറി. ആസിഫിനെ അങ്ങനെ വിളിക്കാൻ പറ്റില്ല. അതിന് പറ്റുന്ന നല്ല ക്യാരക്ടർ വരുമ്പോൾ ഞാൻ വിളിക്കും. അതുപോലെ തന്നെ എന്നേനെയും. എന്നാല് എപ്പോഴും മനസ്സിൽ ഒരാൾ ഇയാൾ എന്തായാലും അടുത്തൊരു സിനിമയിൽ കൊള്ളാമായിരുന്നു, കൊണ്ടുവരണമായിരുന്നു എന്ന് എവിടെയെങ്കിലും മനസ്സിൽ തോന്നിയിരുന്നോ? ഓൾറെഡി ഞങ്ങൾ വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ട്. ഓ ശരി, നിങ്ങൾ ഓൾറെഡി പുതിയ ഞങ്ങൾ 3-4 സിനിമകൾ സംസാരിച്ചു വെച്ചിരിക്കുക. അതൊന്നും അറിഞ്ഞില്ലേ? ഇല്ല, അതൊക്കെ പറയണ്ടേ? പുറത്ത് സാധനം കുഴിച്ചെടുക്കാനും കുഴിച്ചിടാനൊക്കെ ഞാനിവിടെ അവിടെ തൂമ്പയൊക്കെ ആയിട്ട് റെഡിയാക്കി ഞാൻ പിക്ചർ ചെയ്തത് അതാണ് ആദ്യം എന്ത് കുഴിക്കാനാണോ എടുക്കാനാണോ ഞാൻ പുറത്ത് നിൽപ്പുണ്ട്. ഞാൻ എപ്പോഴും പേരിക്കും, അതായത് നമ്മുടെ എല്ലാ ഇന്റർവ്യൂ എടുത്ത് നോക്കിയാൽ അപർണയുടെ ഒരു ഫുഡിന്റെ ഒരു സാധനം ഭയങ്കര വൈറലായിട്ടുണ്ടാവും. അത് നിർബന്ധം. അപ്പൊ ഇങ്ങനെ ഞാൻ എപ്പോഴും എല്ലാ ഇന്റർവ്യൂസും ഒബ്വിയസ്ലി വന്നിരുന്നിട്ട് എന്തെങ്കിലും ഒരു ഭക്ഷണക്കാരൻ ചോദിക്കുകയോ ചെയ്യും, ഇതൊന്ന് നിർത്തി തരാവോ എന്ന് ചോദിക്കണം എന്ന ആഗ്രഹം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അങ്ങനെ ഉണ്ടോ? വെറുതെ ഇരിക്കട്ടെ. ഞാൻ ഫുഡ് നല്ലോണം കഴിക്കാൻ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. നന്നായി നല്ല അതിനെ പറ്റി കാര്യമായിട്ട് എന്തെങ്കിലും നല്ല ചോദിക്കുകയാണെങ്കിൽ അതിനെ പറ്റി ഞാൻ പറയുകയും ചെയ്യും. ആണ്. അപർണയുടെ ഇപ്പൊ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ ചോറ് തന്നെയായിരിക്കും? ഉറപ്പായിട്ടും ആണല്ലേ. ആസിഫ് അലിയുടെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് എന്താ? എനിക്ക് കുറെ ഫേവറേറ്റ്സ് ഉണ്ട്. മൂഡിനനുസരിച്ചൊക്കെയാണ്, ഓരോ സ്ഥലത്തിനനുസരിച്ച് മാറും. ഇപ്പോൾ കോഴിക്കോട് പോവുകയാണെങ്കിൽ അവിടെ സ്ഥിരമായിട്ട് കഴിക്കുന്ന കുറെ സാധനങ്ങളുണ്ട്. തൊടുപുഴ വീട്ടിൽ പോകുമ്പോൾ കുറച്ചുണ്ട്, കൊച്ചിയിലുണ്ട്. അപ്പോൾ ഓരോ സ്ഥലങ്ങളനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഭാര്യ ഉണ്ടാക്കി തരുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താണ്? ഭാര്യ ഉണ്ടാക്കി തരുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ളത് നല്ല ഇത് പറയുമ്പോ തന്നെ എന്തോ ഒരു എക്സ്പീരിയൻസ് ഡയറ്റ് തുടങ്ങിയിട്ടപ്പോ ഒരു എഗ് റോസ്റ്റ് വെക്കും. അത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. അല്ലേ? സീക്രട്ട് റെസിപ്പിയാണ്. അതെ. എന്താണ്, സ്നേഹമാണോ കൂടുതലിടുന്നത്? ആയിരിക്കണം. ഞാനിങ്ങനെ ജീതു ചേട്ടന്റെ ഇങ്ങനെ ഫിലിമോഗ്രഫി എടുത്തു നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ളത് ലാലേട്ടന്റെ കൂടെ, ദിലീപേട്ടന്റെ കൂടെ, പൃഥ്വിരാജിന്റെ കൂടെ. ഈ 3 പേരുടെയും ഓരോരോ സ്വഭാവ സവിശേഷതകൾ അല്ലെങ്കിൽ അഭിനയ സവിശേഷതകൾ പറയാമോ? അഭിനയ സ്വഭാവം ലാലേട്ടന് നന്നായിട്ട് അഭിനയിക്കും. ലാലേട്ടനെ കുറിച്ച് ഞാൻ എന്നാ പറയണേ, വളരെ നല്ല ഒരു ഡയറക്ടേഴ്സ് ആക്ടറാണ്. നല്ല ഭയങ്കര രീതിയിൽ നമുക്ക് എന്താണ് വേണ്ടത് അത് അതേപോലെ തരും. ദിലീപ് ജിയുടെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപ് ജി ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയി അതിനകത്തേക്ക്, ശരിക്കും ആ പ്രൊജക്റ്റിനകത്തേക്ക് ഇൻവോൾവ് ആയിട്ട്, അതായത് പുള്ളിയുടെ ക്യാരക്ടർ മാത്രമല്ല മറ്റേ ക്യാരക്ടർ നന്നാക്കിയാലേ സിനിമ മൊത്തത്തിൽ നന്നാവുള്ളൂ എന്ന് പറയുന്ന ഒരു ആംഗിളിൽ നിന്ന് നമ്മുടെ കൂടെ നിൽക്കും. കാരണം പുള്ളി ആ എഫേർട്ട് ഇടുന്ന ആളാണ്. ലാൽ സാർ എന്ന് പറഞ്ഞാൽ ലാൽ സാറിന് വിശ്വസിച്ചേൽപ്പിച്ചു, പിന്നെ നിങ്ങൾ ചെയ്തോണം എന്ന് പറയുന്ന ഒരു ലൈനാണ്. പൃഥ്വിരാജിൻ്റെതും ഇത് തന്നെയാണ്. രാജു ഇതിനകത്ത് ഇതിൻ്റെ കഥയും കാര്യങ്ങളും സ്ക്രിപ്റ്റും അറിഞ്ഞ് അതിനകത്തേക്ക് ഇപ്പം ഞാൻ 2 സിനിമയിലുള്ള എക്സ്പീരിയൻസ് വന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിയുടെ അഭിപ്രായങ്ങളൊക്കെ പറയും. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ അത് ഞാൻ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി ടോട്ടലി ഒരു ഡയറക്ടേഴ്സ് ആക്ടറായിട്ട് നിന്ന് തരും. ഇതാണ് ഇതുവരെ ഞാൻ ഇവരോട് വർക്ക് ചെയ്തതിൽ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ്. മനസ്സിലായി. ഇനി നായകനും നായികയും അപ്പുറത്തും ഇപ്പുറത്തിരിക്കുകയാണ്. ഇവരുടെ 2 പേരുടെ ഓരോ സ്വഭാവ സവിശേഷതകൾ ഇതുവരെ പറയാത്ത ആ ഒരു കാര്യം ഇവിടെ പറയുമോ? എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലല്ല, സ്വഭാവ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വഭാവ സവിശേഷത എന്ന് പറഞ്ഞാൽ എനിക്കൊരു ആക്ടറായിട്ട് തോന്നിയിട്ടില്ല. എനിക്കൊരു നെക്സ്റ്റ് ഡോർ ബോയ് എന്നുള്ള ലൈനിൽ വളരെ ഇതായിട്ട്, അതുകൊണ്ട് ഞാനിപ്പോഴും ഒരു എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് എന്നെ കാണാൻ വന്നപ്പോൾ ചമ്പരം പടിഞ്ഞ് ചെരുപ്പൊക്കെ കൂടിയിട്ട് പറയട്ടാ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വീട്ടിലൊരാളായിട്ടാണ് തോന്നിയത്. പ്രൊഫഷണലി ഒരു ആക്ടറായിരിക്കാം, പക്ഷെ എനിക്ക് കൂടുതലും അങ്ങനെയാണ്. എന്താ പറയുക, അപർണയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പുള്ളിക്കാരത്തി നമ്മൾ എന്ത് ക്യാരക്ടർ കൊടുത്താലും എന്ത് രീതി കൊടുത്താലും നമുക്ക് എന്താണോ വേണ്ടത് അത് അതുപോലെ തിരിച്ച് തരുന്ന ഒരു നല്ല ഒരു ആക്ട്രസ്. ഓക്കെ, പിന്നെ എന്താ പറയുക, നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കും. അതൊക്കെ വലിയ ഇമ്പോർട്ടൻ്റ്. ഇച്ചിരി ഒരു കാര്യം പറഞ്ഞല്ലേ, തമിഴിൽ പോയി ചെയ്ത് നാഷണൽ അവാർഡ് മേടിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ സാധാരണ പലരുടെയും സ്വഭാവത്തിൽ മാറ്റമൊക്കെ വരും. ഒരു മാറ്റം, പഴയ സ്വഭാവം, ആ പഴയ ഡീസന്റ് ആയിട്ടുള്ള സ്വഭാവം, ചെറിയ ഊളത്തരവും. ഈ സിനിമയിലേക്ക് വരാനായിട്ട് അച്ഛനും അമ്മയും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു എന്ന് പറഞ്ഞത് അപർണയുടെ ആയിരുന്നോ? ആയിരിക്കും. ഷാറുഖ് ഖാന്റെ ആയിരിക്കും. ഈ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനെയൊക്കെയുള്ള സിനിമകളൊക്കെ നമ്മൾ മലയാളത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഉടനെ ആൾക്കാർ ഏതെങ്കിലും കൊറിയൻ സിനിമയാന്ന് പറയും അല്ലെങ്കിൽ ഇംഗ്ലീഷ് സിനിമയാന്ന് പറയും. ആ ഒരു ടെൻഷൻ ഉണ്ടോ?
അതുകൊണ്ടൊന്ന് ചോദിച്ചിട്ടെ എന്നിട്ട് അതിന്റെ പേര് അങ്ങനെ പറയുന്നത് അല്ല അങ്ങനെയൊക്കെ ഞാനെന്തിനാ അന്വേഷിക്കണം? അതിപ്പോ കുറച്ച് കഴിയുമ്പോ ഉണ്ടെങ്കിൽ അവര് കണ്ടുപിടിച്ചോളൂ. ഞാനെന്തിനാ ടെൻഷൻ അടിക്കണം? ആണോ അല്ലെ? അല്ലല്ല, ഇതൊന്നുമല്ല. അങ്ങനെയൊന്നുമല്ല. അങ്ങനെയുള്ള ടെൻഷനുകളേ ഇല്ല അല്ലെ? അതാണ് അതിന് മൈൻഡ് അപ്പ് ചെയ്തോ പറഞ്ഞോ. അപ്പോ മിറാഷ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്ന ഞാൻ ജിത്തു സാറിന്റെ കൂടെ ചെയ്യുന്ന രണ്ടാമത്തെ സിനിമയാണ്. ഈ വരും ദിവസങ്ങളിൽ തിയേറ്റേഴ്സിലേക്ക് എത്തുന്നതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും തിയേറ്റേഴ്സിൽ തന്നെ വന്ന് കാണാൻ ശ്രമിക്കുക. അമിത പ്രതീക്ഷകളൊന്നും വേണ്ട. ഇതൊരു സാധാരണ ജിത്തു സാർ സാധാരണ ചെയ്യാറുള്ള പോലെ ഒരു ചെറിയ സിനിമയാണ്. പിന്നെ ഇതിനൊരു സസ്പെൻസ് സ്വഭാവം, ത്രില്ലർ സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ കഴിയുന്നതും ആദ്യം തന്നെ സിനിമ കാണാൻ ശ്രമിക്കുക, സ്പോയിലേഴ്സ് ഒക്കെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതിന് മുന്നേ. താങ്ക് യു. അതെ, തിയേറ്ററുകളെല്ലാം ഹൗസ്ഫുൾ ആയി മാറട്ടെ. അങ്ങനെ പൊന്നാവട്ടെ. അതാണ് എന്റെ ആൾക്ക് പൊന്നാവണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിക്കുന്നു. മിറാഷിന് അതാണ് വേറൊന്നും കിട്ടിയില്ല. ഞാൻ ക്രിസ്മസ് വിഷ് ചെയ്യാൻ പോകുന്നു. നല്ലൊരു ക്രിസ്മസ്. അതെ അതെ അതെ. അപ്പൊ മിറാഷിന് എല്ലാവിധ ഭാവുകങ്ങളും. താങ്ക് യു സോ മച്ച് ഗൈസ്. ഞാൻ എഴുന്നേറ്റ് പോകണം. Krishna Leela, Joy Alucas, world's favorite jeweler.